അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിൽ ഇറാനെതിരെ സാധ്യമായ വ്യോമാക്രമണങ്ങളിൽ പങ്കാളിയാകാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ കാര്യത്തിൽ തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. ചർച്ചകളുടെ ഒരു ധാരണയിലെത്താൻ സാധിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനെ തുടർന്നാണ് താൻ ആക്രമണ പദ്ധതികൾ താൽക്കാലികമായി മാറ്റിവെച്ചതെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഒരു പുതിയ കരാറിലെത്താൻ ഇറാന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നും ട്രംപ് പിന്നീട് മുന്നറിയിപ്പ് നൽകി. ഇറാൻ തങ്ങളുടെ നിലപാടുകളിൽ വ്യക്തമായ മാറ്റം വരുത്തി പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചില്ലെങ്കിൽ ട്രംപിന് സൈനിക നടപടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. സാധ്യമായ അമേരിക്കൻ ആക്രമണത്തെ നേരിടാനും അതിൽ പങ്കുചേരാനും ഇസ്രായേൽ പ്രതിരോധ വിഭാഗം അതീവ ജാഗ്രതയിലാണ്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സൈനിക തലവന്മാരുടെയും രഹസ്യാന്വേഷണ വിഭാഗം മേധാവികളുടെയും അടിയന്തര യോഗം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. നിലവിലെ സങ്കീർണമായ സാഹചര്യം കണക്കിലെടുത്ത് നെതന്യാഹു തന്റെ കോടതി സാക്ഷ്യപ്പെടുത്തലുകൾ മാറ്റിവെക്കുകയും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് തന്റെ വിദേശയാത്ര റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ആക്രമണ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ ഉപദേശകരുമായി സൈനിക നീക്കങ്ങളെക്കുറിച്ച് വീണ്ടും ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. യുദ്ധം തടയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശക്തമായ തിരിച്ചടി നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ മുന്നണികളിലെയും ശത്രുത അവസാനിപ്പിക്കുക, അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുക, ഉപരോധങ്ങൾ നീക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ മുൻപ് ട്രംപ് തള്ളിക്കളഞ്ഞവയ്ക്ക് സമാനമാണ്. ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്ന നിലപാടിൽ അമേരിക്കയും ഇസ്രായേലും ഉറച്ചു നിൽക്കുകയാണ്. ഇറാൻ ആണവശേഷി കൈവരിച്ചാൽ അത് ഇസ്രായേലിന്റെയും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും നാശത്തിന് കാരണമാകുമെന്നും ട്രംപ് ഭയപ്പെടുന്നു. എന്നാൽ തങ്ങൾക്ക് ആണവായുധ നിർമ്മാണ ലക്ഷ്യങ്ങളില്ലെന്നാണ് ഇറാന്റെ വാദം. ഇതിനിടയിൽ സമുദ്രമേഖലയിലെ സംഘർഷം ശക്തമാക്കിക്കൊണ്ട് ഇറാൻ ബന്ധമുള്ളൊരു എണ്ണക്കപ്പൽ അമേരിക്കൻ സൈന്യം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് പിടിച്ചെടുത്തു. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ ഇരു വിഭാഗത്തിന് മുന്നിൽ സമയം വളരെ കുറവാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.